ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുപേഴ്സ്. ഇനി സോഷ്യോളജിയുടെ എക്സാമാണ് നമുക്ക് വരാൻ പോകുന്നത്. +1 സോഷ്യോളജി പബ്ലിക് എക്സാം സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്കൻഡ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് സൊസൈറ്റിയാണ്, സമൂഹത്തെ മനസ്സിലാക്കൽ. അതിൽ 6ാമത്തെ ചാപ്റ്ററാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാമൂഹിക ഘടന, ശ്രേണീകരണം, സമൂഹത്തിലെ സാമൂഹിക പ്രക്രിയകൾ, ഇതാണല്ലോ ചാപ്റ്റർ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് സോഷ്യൽ സ്ട്രക്ചർ എന്താണ്, സാമൂഹിക ഘടന എന്താണ് സമൂഹം പ്രത്യേക രീതികളിലാണ് സംഘടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സമൂഹത്തിലെ ജനങ്ങളുടെ പെരുമാറ്റത്തിലും ബന്ധങ്ങളിലുമുള്ള ക്രമങ്ങൾ, മാതൃക, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാമൂഹിക ഘടന എന്ന് പറയുന്നത്. ചിലപ്പോൾ 2 മാർക്കിന് ചോദിച്ചേക്കാം. അതുപോലെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, എന്താണ് സാമൂഹിക ശ്രേണീകരണം, സമൂഹത്തിലെ സംഘങ്ങൾക്കിടയിലുള്ള ഘടനാപരമായ അസമത്വമാണ് സാമൂഹിക ശ്രേണീകരണം എന്ന് പറയുന്നത്. വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയുന്നത്, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ വായിച്ചൊന്നും കൂടെ ക്ലിയർ ആക്കിക്കോണം. ഈ സാമൂഹിക ശ്രേണീകരണത്തിൻ്റെ മുഖ്യ സവിശേഷത എന്ന് പറയുന്നത് അസമത്വമാണ്, അല്ലേ? അപ്പോൾ ഈ ശ്രേണിയിലെ ഉയർന്ന വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും, അവർക്ക് ഒരു വിശേഷ അവകാശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരനുഭവിക്കുന്ന വിശേഷ അവകാശങ്ങൾ എന്തൊക്കെയാണ്? 1 ജീവിത അവസരങ്ങൾ, 2 സാമൂഹിക പദവി, 3 രാഷ്ട്രീയ സ്വാധീനം. ആ പോയിൻറ്റ്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി സോഷ്യൽ പ്രോസസ്സാണ്, സാമൂഹിക പ്രക്രിയകൾ, നമ്മുടെ സമൂഹത്തിലെ അടിസ്ഥാനപരമായ സാമൂഹിക പ്രക്രിയകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് സഹകരണമാണ്, അല്ലേ? അപ്പോൾ 1 കോപ്പറേഷൻ. അവിടെ സോഷ്യൽ സോളിഡാരിറ്റി എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് എമിലി ഡർക്കിമാണ്. 1 മാർക്കിന് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, ദെൻ അതിൽ എമിലി ഡർക്കിങ് സാമൂഹിക ഐക്യദാർഢ്യത്തെ അഥവാ സോഷ്യൽ സോളിഡാരിറ്റി അദ്ദേഹം 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മെക്കാനിക്കൽ സോളിഡാരിറ്റി, ഓർഗാനിക് സോളിഡാരിറ്റി. എന്താണ് മെക്കാനിക്കൽ സോളിഡാരിറ്റി? യാന്ത്രിക ഐക്യദാർഢ്യം. മറ്റേത് ജൈവിക ഐക്യദാർഢ്യം. അപ്പോൾ ഇതും രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒരു 10 പോയിൻറ്റ്സ് കമ്പയർ ചെയ്ത് കോളത്തിൽ കൊടുത്തിട്ടുണ്ട് പുസ്തകത്തിൽ. അത് ക്ലിയർ ആയിട്ട് പഠിക്കണം. ഇത് ഷുവറായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മെക്കാനിക്കൽ സോളിഡാരിറ്റിയും ഓർഗാനിക് സോളിഡാരിറ്റിയും. അപ്പോൾ ഇത് ആരുടെ കൺസെപ്റ്റാണ് എന്നുള്ള അതിൻ്റെ വക്താവിനെ ചോദിച്ചാൽ എമിലി ഡർക്കിമാണെന്നുള്ള അതും ഒരു മാർക്കിൻ്റെ ചോദ്യം, അതും ഷുവറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്, അപ്പോൾ പ്രോസസ്സിനകത്തു നിന്ന് വരുന്ന ചോദ്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ സാമൂഹിക പ്രക്രിയകൾ 1 സഹകരണമാണ് അഥവാ കോപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. 2ാമത്തെ പോയിന്റ് മത്സരം, ആശയം, പ്രയോഗം. ഓക്കെ, ദെൻ 3ാമതായിട്ട് വരുന്നത് കോൺഫ്ലിക്റ്റ് ആണ്. ഈ 3 കാര്യങ്ങളാണ് സാമൂഹിക പ്രക്രിയയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ആ 3 പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി മുതലാളിത്തത്തിൻ്റെ പ്രധാന സങ്കല്പങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം, ഒരു 4 മാർക്കിനോ ഒക്കെ ആയിട്ട്. അപ്പം ആ പോയിൻറ്റ്സ് ഒന്ന് നോക്കുക. വ്യാപാരത്തിൻ്റെ വികസനം, തൊഴിൽ വിഭജനം, വൈദഗ്ധ്യവൽക്കരണം, ഉൽപാദനം വർദ്ധിപ്പിക്കൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വരാവുന്ന ചോദ്യങ്ങൾ. സാമൂഹിക പ്രക്രിയകളെ മനസ്സിലാക്കാനുള്ള 2 മാർഗങ്ങൾ ഏതെല്ലാം? സംഘടനാവാദം കാൾ മാർക്സ്, നിർവഹണാവാദം എമിലി ഡർക്കിൻ. സാമൂഹിക പ്രക്രിയകളെ മനസ്സിലാക്കുന്ന 2 മാർഗങ്ങൾ. ഈ 2 മാർഗങ്ങൾ മനസ്സിലാക്കുക. ഒന്ന് നിർവഹണവാദവും മറ്റൊന്ന് സംഘടനാവാദവുമാണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിന് വരാവുന്ന ചോദ്യങ്ങൾ. ഇനി നമുക്ക് 7ാമത്തെ ചാപ്റ്ററിലോട്ട് പോകാം. ഗ്രാമീണ നാഗരിക സമൂഹങ്ങളിലെ സാമൂഹിക മാറ്റവും സാമൂഹിക ക്രമവുമാണ് 7ാമത്തെ ചാപ്റ്റർ. അതിൽ സോഷ്യൽ ചേഞ്ച് എന്താണെന്ന് ചോദിക്കാം. എന്താണ് സോഷ്യൽ ചേഞ്ച്? ഓക്കെ, 2 മാർക്കിൻ്റെ ചോദ്യം. ദെൻ സോഷ്യൽ ഡാർവിനിസം, സാമൂഹിക ഡാർവിനിസം, അതും ഒന്ന് നോക്കി വെക്കണം. ആൻസർ എല്ലാം ഞാനിവിടെ പറയുന്നില്ല, പറഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോകും. ഓക്കെ, ഇമ്പോർട്ടൻസ് പറഞ്ഞു പോവാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് പുസ്തകം എടുക്കുക, ക്വസ്റ്റ്യൻസ് നോക്കുക, 2ഉം കൂടെ വെച്ചിട്ട് പഠിച്ചു പോവുക കേട്ടോ. സമൂഹത്തിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, 1 പരിമാണപരമായ മാറ്റവും മറ്റൊന്ന് വിപ്ലവകരമായ മാറ്റവുമാണ്, മറ്റൊന്ന് ഘടനാപരമായ മാറ്റവുമാണ്. ഓക്കെ, ആ മാറ്റങ്ങളൊന്ന് പഠിക്കുക. എന്താണ് സോഷ്യൽ ചേഞ്ച് എന്ന് ചിലപ്പം ചോദിക്കാം, അതും പഠിക്കുക. പിന്നെ അതുപോലെ മൂല്യങ്ങളിലും വിശ്വാസങ്ങളിലും വരുന്ന മാറ്റങ്ങളുണ്ട്, 4ാമത്തെ പോയിന്റ്. ഇങ്ങനെ 4 പോയിന്റ്സ് ആണ് പറയുന്നത്. ഓക്കെ,
ദെൻ മറ്റൊരു ഷോർട്ട് ആൻസർ ആണ് സോഷ്യൽ ഓർഡർ. എന്താണ് സോഷ്യൽ ഓർഡർ എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ദെൻ പവർ ചോദിക്കാം. എന്താണ് ശക്തി? നിങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ പല ഡെഫിനിഷൻസും പവറിനുണ്ട്, നിങ്ങൾക്ക് പറ്റുന്നൊരു ഡെഫിനിഷൻ പഠിച്ച് വെക്കുക. ഓക്കെ. അതുപോലെ അതോറിറ്റി, ലെജിറ്റിമേഷൻ, ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കാം. പിന്നെ ഇതിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് സോഷ്യൽ ഓർഡർ ആൻഡ് സോഷ്യൽ ചേഞ്ച് ഇൻ അർബൻ ഏരിയാസ്. നഗരപ്രദേശങ്ങളിലെ സാമൂഹിക ക്രമവും സാമൂഹിക മാറ്റവും ചോദിക്കാം. അപ്പോൾ അത് നിങ്ങൾ എഴുതണം. അത് പുസ്തകത്തിൽ പോയിൻ്റ് ആയിട്ടുണ്ട്. അത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിന്ന്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ 8. ഓക്കെ. പരിസ്ഥിതിയും സമൂഹവും എൻവിയോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റിയാണ്. അതൊന്ന് 2 മാർക്കിന് ചോദിക്കാം. ഇക്കോളജി എന്താണ് ഇക്കോളജി? ഓക്കെ. ഞാൻ അതുപോലെ നാച്ചർ നർച്ചർ ഡിബേറ്റ് ചോദിക്കാം. നാച്ചർ ഡിബേറ്റ് എന്താണ്? പരിസ്ഥിതി പരിപാലന സംവാദം, പരിസ്ഥിതിയും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഇതാണിത്. വ്യക്തിപരമായ സവിശേഷതകൾ ജന്മസിദ്ധമാണോ അതോ ഘടകങ്ങൾ സ്വാധീനിച്ചതാണോ എന്ന ചർച്ചയാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഉദാഹരണ സഹിതമൊക്കെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ ഇതിൽ നിന്ന് എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ് പരിസ്ഥിതി പ്രശ്നങ്ങളും അപകടങ്ങളും, മേജർ എൻവിയോൺമെൻറ്റൽ പ്രോബ്ലംസ്, മേജർ റിസ്കുകൾ, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട എൻവിയോൺമെൻറ്റൽ പ്രോബ്ലംസ്. പോയിൻറ്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഒന്ന് വിഭവ ശോഷണമാണ്, മറ്റൊന്ന് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ ആവാം, അങ്ങനെയുള്ള എന്ത് പൊല്യൂഷൻസ് ആകാം, ജലമലിനീകരണം. ഓക്കെ. ദെൻ ആഗോള താപനമാണ് മറ്റൊന്ന്, 3ാമത്തെ പോയിന്റ്. 4ാമത്തെ പോയിന്റ് ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ. 5 പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ പാരിസ്ഥിതിക ദുരന്തമാണ് പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങളും അപകട സാധ്യതകളും. ഇത് എസ്സേ ആയിട്ട് ചോദിക്കുക. പോയിൻറ്റ്സ് പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ. ദെൻ സോഷ്യൽ ഇക്കോളജി എന്താണെന്ന് ഷോർട്ട് ആൻസർ ചോദിക്കാം. എന്താണ് സോഷ്യൽ ഇക്കോളജി? ഓക്കെ. എന്താണ് സോഷ്യൽ ഇക്കോളജി പറഞ്ഞാൽ സാമൂഹിക പരിസ്ഥിതി ശാസ്ത്രം. പിന്നെ ഒരു ചോദ്യം, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സാമൂഹിക പ്രശ്നങ്ങളായി മാറുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സാമൂഹിക പ്രശ്നങ്ങളായി മാറുന്നത്? ഇത് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യമാണ്. അത് നമുക്ക് എഴുതാം. പുസ്തകത്തിലുണ്ട് കേട്ടോ. നിങ്ങളുടെ പോയിൻറ്റ്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി 9ാമത്തെ ചാപ്റ്റർ വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ് ആണ്, പാശ്ചാത്യ സാമൂഹ്യ ശാസ്ത്രജ്ഞർ. ഓക്കെ. ഇതിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. സമൂഹശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലം. അവിടെ 3 പ്രക്രിയകൾ, യൂറോപ്പിൽ ആധുനിക യുഗവും ആധുനികതയുടെ പശ്ചാത്തലവും കൊണ്ടുവന്നത് ജ്ഞാനോദയം, ഫ്രഞ്ച് വിപ്ലവം, വ്യാവസായിക വിപ്ലവം എന്നീ 3 പ്രക്രിയകളാണ്. ഇവിടെ 3 വിപ്ലവങ്ങളെ കുറിച്ച് പറയുന്നത്, ഒന്ന് ജ്ഞാനോദയം, മറ്റൊന്ന് അതായത് എൻലൈറ്റ്മെൻറ്റ്, ദെൻ ഫ്രഞ്ച് വിപ്ലവം, അതുപോലെ വ്യാവസായിക വിപ്ലവം. അതൊന്ന് ജസ്റ്റ് അതിലെ പോയിൻറ്റ്സിലൂടെയൊക്കെ ഒന്ന് പോവുക. ദെൻ കാൾ മാക്സിനെ കുറിച്ച്, കാൾ മാക്സ് ആരാണ്, എന്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിൽ നിങ്ങൾ വിട്ടുകളയാതെ പഠിക്കേണ്ടത് അലൈനേഷൻ തിയറി ആരുടേതാണ്? കാൾ മാക്സിൻ്റെ അന്യവൽക്കരണ സിദ്ധാന്തം. അത് നിങ്ങൾ എന്തായാലും പഠിക്കുക. മുതലാളിത്ത സമൂഹത്തിൽ നിരവധി തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തീവ്രമായ പ്രക്രിയയാണിത്, ഈ അന്യവൽക്കരണം എന്ന് പറയുന്നത്. ഇതിൻ്റെ വക്താവ് കാൾ മാക്സ് ആണ്. എന്താണ് അന്യവൽക്കരണം? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാനൊന്ന് പറയാം. അതിലൂടെ 4 സ്റ്റേജുകളിലായിട്ടാണ് മാക്സ് പറയുന്നത്. മാക്സ് പറയുന്നു, ആദ്യം മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുന്നു, ദെൻ മനുഷ്യൻ പരസ്പരം അന്യവൽക്കരിക്കപ്പെടുന്നു, ദെൻ തൊഴിലാളി വർഗം അവരുടെ അധ്വാന ഫലത്തിൽ നിന്നും തന്നെ അവർ അന്യവൽക്കരിക്കപ്പെടുന്നു. അവർ അധ്വാനിക്കുന്നത് ഒന്നും അവർക്ക് കിട്ടാതെ, ഒന്നും അവരുടേതല്ലാത്ത രീതിയിൽ അവർ അന്യമായി പോകുന്നു. ഈ അന്യവൽക്കരണങ്ങളുടെ എല്ലാം സംയുക്ത ഫലമായിട്ട് മനുഷ്യർ അവരവരിൽ നിന്ന് തന്നെ അവരെ തന്നെ അവർക്ക് നഷ്ടമാകുന്ന രീതിയിലോട്ട് എത്തുന്നു. ഇതാണ് കാൾ മാക്സിൻ്റെ അലൈനേഷൻ സൈക്കിൾ. ഓക്കെ, അതൊന്ന് പഠിച്ചു വെക്കണം, അതെന്തായാലും ചോദിക്കും. പിന്നീട് വരുന്നത് എമിലി ഡർക്കിമാണ്. എമിലി ഡർക്കിമിൻ്റെ സോഷ്യൽ ഫാക്റ്റുമായി ബന്ധപ്പെട്ടത് ആരാണ്? എമിലി ഡർക്കിമിൻ്റെ അതിൻ്റെ സമൂഹശാസ്ത്രത്തിൻ്റെ അദ്ദേഹം പറയുന്ന 2 സവിശേഷതകൾ, സോഷ്യൽ ഫാക്റ്റും അതുപോലെ തന്നെ, അതായത് സാമൂഹിക വസ്തുത, ആവിർഭാവ തലം. സോഷ്യൽ ഫാക്റ്റ് ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ ഡിവിഷൻ ഓഫ് ലേബർ, കാൾ മാക്സിൻ്റെ ഡിവിഷൻ ഓഫ് ലേബർ, അത് നോക്കി വെക്കുക.
ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ യാന്ത്രിക, മുൻ ചാപ്റ്ററിൽ പറഞ്ഞ യാന്ത്രിക ഐക്യദാർഢ്യവും ജൈവിക ഐക്യദാർഢ്യവും അത് വീണ്ടും ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. മെക്കാനിക്കൽ സോളിഡാരിറ്റിയും ഓർഗാനിക് സോളിഡാരിറ്റിയും ഉണ്ടോ, അത് നിർബന്ധമായി പഠിച്ചോണം, ഷുവറാണ്. പിന്നീട് വരുന്നത് മാക്സ് വെബറാണ്. മാക്സ് വെബറിന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. അതിൽ മാക്സ് വെബറിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം അദ്ദേഹത്തിൻ്റെ സാമൂഹിക പെരുമാറ്റത്തെ മനസ്സിലാക്കുന്നതിനുള്ള പഠന രീതികൾ പറയുന്നത് സഹഭാവന ധാരണ, മൂല്യ നിരപേക്ഷിത ആൻഡ് ഐഡിയൽ ടൈപ്പ്. ഈ ഐഡിയൽ ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ മാക്സ് വെബർ അധികാരത്തെ 3 തരംതിരിച്ചിരിക്കുന്നു. മാക്സ് വെബർ അധികാരത്തെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു, അവ ഏതെല്ലാം, അതും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 1 പരമ്പരാഗത അധികാരം, 2 വ്യക്തിപ്രഭാവ അധികാരം, 3 യുക്തിപരവും നിയമപരവുമായ അധികാരം. അതായത് ട്രഡീഷണൽ, കരിഷ്മാറ്റിക്, റാഷണൽ, ലീഗൽ. അത് ഓർത്തു വെക്കുക, അത് ചോദിക്കും. പിന്നെ ബ്യൂറോക്രസിയുടെ സവിശേഷതകളാണ്. ബ്യൂറോക്രസിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ആ പോയിന്റ്സ് മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ ഇന്ത്യൻ സമൂഹ ശാസ്ത്രജ്ഞരാണ്, ഇന്ത്യൻ സോഷ്യോളജിസ്റ്റാണ്. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിൽ കുറേ പേരുണ്ട്. അതിൽ ഒരാളാണ് LK അനന്തകൃഷ്ണ അയ്യർ. അനന്തകൃഷ്ണ അയ്യരെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് കാര്യങ്ങൾ നോക്കി വെക്കുക. പിന്നെ ശരത് ചന്ദ്ര റോയ്, GS ഗുര്യയെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും പഠിക്കാൻ പറ്റിയില്ലേ, ഗുര്യനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് പഠിച്ചു വെക്കുക. ഇതിൽ നിന്നൊക്കെ 1 വേർഡും ഷോർട്ട് ആൻസറും ഒക്കെയാണ് സാധ്യത കേട്ടോ. പിന്നെ അതായത് ഗുര്യയിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ജാതിയുടെ നിർവചനം. 6 സവിശേഷതകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഗുര്യ ജാതിക്ക് നിർവചനം നൽകിയത് എങ്ങനെയാണ്? 6 പോയിൻറ്റ്സ് ഉണ്ട്, ആ പോയിൻറ്റ്സ് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ആൾ DP മുഖർജി. പിന്നീട് വരുന്നത് ദേശായി ആണ്. ദെൻ എപ്പോഴും വരുന്നൊരു ചോദ്യമാണ് MN ശ്രീനിവാസ്. അപ്പോൾ മുഖർജിയും ദേശായിയും ഒന്നും നിങ്ങൾ വല്ലാണ്ട് നോക്കാൻ പറ്റിയില്ലെങ്കിൽ MN ശ്രീനിവാസിനെ നിർബന്ധമായിട്ടും നോക്കുക. MN ശ്രീനിവാസിൽ നിന്നും എപ്പോഴും 1 വേർഡ് വരാറുണ്ട്. അപ്പോൾ MN ശ്രീനിവാസും ഗുര്യയും ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ളത് നിങ്ങൾ സമയം പോലെ നോക്കുക കേട്ടോ. അത് രണ്ടും നിർബന്ധമായി. പിന്നെ അതിൽ ഞാൻ പറഞ്ഞ ഗുര്യയുടെ ആ ക്വസ്റ്റ്യനും നോക്കുക. അപ്പോൾ ഇത്രയാണ് ഈ 5 ചാപ്റ്ററുകളിൽ നിന്നും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ഹൈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി പൊളിറ്റിക്കൽ സയൻസിൻ്റെ വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നെക്സ്റ്റ് എക്സാം പൊളിറ്റിക്കൽ സയൻസ് ആണല്ലോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ മറ്റ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിനകത്തുണ്ട്, പ്ലേലിസ്റ്റായിട്ടും മറ്റും. പിന്നെ ഞാൻ എൻഡ് സ്ക്രീനിലും മറ്റുമൊക്കെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.